സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു, പക്ഷേ സ്നേഹത്തിൽ നിന്ന് പുറത്തു വരാൻ ആരും നമ്മെ പഠിപ്പിക്കുന്നില്ല. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന്റെ ഉദ്ദേശം അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു പിന്തുണയായിരിക്കാൻ വേണ്ടിയാണ്. എല്ലാ വിധത്തിലും രണ്ടു പേർക്ക് ഒരാളെക്കാൾ നന്നായി ചെയ്യാൻ കഴിയും. അതാണ് ആശയം. So, moving on. My question is very relatable to the audience as well. Heartbreak is something that I think everybody... Who broke your heart? So, heartbreak is something that almost everybody goes through. And especially at some point of the time. Oh. And I remember, in fact, my teacher once telling me that it is at your time you love, you break, and you learn to love again and again and again. But Who is the this beauty... teacher, huh? Sorry? Who is this teacher? That's a top secret. The beauty of it is that you fall in love again and you break, but then it always ends up healing you again. I wonder, Sadhguru, everybody teaches us how to love. Movies, poems, Really? Bollywood. If you do the things that you're doing in the movie, nobody will love you. Literature. Almost many things teach us how to love, but nobody has ever taught us how to undo the love. ഹൃദയം തകർക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ എനിക്കൊരു തകർന്ന ഹൃദയമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ ആ ഹൃദയം കൊടുത്തു കഴിഞ്ഞു. അതിനാൽ ആർക്കും അത് തകർക്കാൻ കഴിയില്ല. ഞാനത് കൊടുത്തു. നിങ്ങളും അങ്ങനെ ചെയ്യണം. അപ്പോൾ ആർക്കും അത് തകർക്കാൻ കഴിയില്ല. നമ്മളിത് മനസ്സിലാക്കണം. എന്താണ് ഒരു പ്രണയബന്ധം? അതായത് പ്രണയബന്ധത്തിൻ്റെ രീതിശാസ്ത്രം. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാമോ? ഞാൻ എല്ലാ പ്രണയവും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല. കാര്യം ഇതാണ്. നിങ്ങൾക്കൊരു 10 വയസ്സുള്ള സമയത്ത് നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ലോകം തികച്ചും സാധാരണമായിരുന്നു. ഹലോ, നിങ്ങൾക്ക് 10-12 വയസ്സുള്ളപ്പോൾ അത് സാധാരണമായിരുന്നു. നിങ്ങൾ മുൻനിരയിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളെ മാത്രം എടുത്ത് പറയുന്നതല്ല കേട്ടോ. നോക്കൂ, എല്ലാം തികച്ചും സാധാരണമായി തോന്നുകയായിരുന്നു. പെട്ടെന്ന് കുറച്ച് സമയത്തിനു ശേഷം നിങ്ങൾക്ക് അല്പം വിഷബാധയേറ്റു, രാസപരമായി വിഷബാധയേറ്റു. അതിനുശേഷം നിങ്ങൾ നോക്കിയപ്പോൾ ഒരാളുടെ ശരീരത്തിലെ ചില ആകൃതികൾ നിങ്ങളുടെ ഒരു ലോകമായിട്ട് മാറി. ഹലോ, അതുവരെ എല്ലാം നന്നായിരുന്നു, ശരിയല്ലേ? നിങ്ങൾക്ക് 10-12 ഉള്ളപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾക്ക് 13 വയസ്സായപ്പോൾ പെട്ടെന്ന് ഇത് സ്വയം ഒരു ലോകമായി മാറി. അയൽപക്കത്തെ മെലിഞ്ഞ പെൺകുട്ടി, നിങ്ങൾ അവളെ ശ്രദ്ധിച്ചിരുന്നതേയില്ല. പെട്ടെന്ന് അവൾ ശ്രദ്ധാകേന്ദ്രമാകുന്നു. അവൾ നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയാക്കുന്നു. ശരിയല്ലേ? നിങ്ങളുടെ ബുദ്ധിയെ ഹോർമോണുകൾ കീഴ്പ്പെടുത്തിയതാണ് ഇതിന് കാരണം. അതിനാൽ അത് വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയാക്കുന്നു. എല്ലാത്തരം കാര്യങ്ങളും വിശ്വസിക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മണ്ടത്തരമായി തോന്നും. പക്ഷേ അത് സാരമില്ല, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഖേദിക്കേണ്ടി വന്നേക്കാവുന്ന മണ്ടത്തരങ്ങൾ ചെയ്യും. ഇത് ധാർമ്മികതയുടെ ഒരു ചോദ്യമല്ല. ഇത് നമ്മുടെ ജീവിതത്തെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ചോദ്യമാണ്. ഇങ്ങനെ തുടർച്ചയായി ഹൃദയം തകർന്നാൽ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചും ആരെങ്കിലുമായി അടുക്കുകയാണെങ്കിലും നിങ്ങളിൽ ഒരു ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്, ശരിയല്ലേ? നിങ്ങൾ തുടർച്ചയായി ഹൃദയം തകർന്നാൽ കുറച്ചുകാലം അത് രസകരമായി തോന്നിയേക്കാം. കുറച്ചു കാലത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കാതായി തീരും. കാരണം മറ്റൊരു മനുഷ്യൻ എപ്പോഴും ഒരു പ്രശ്നമാണ്. നിങ്ങളുടെ വികാരങ്ങൾ ആ പ്രശ്നം മറികടക്കാൻ നിങ്ങളെ അനുവദിക്കുമ്പോൾ മാത്രമേ അവർ ഏതെങ്കിലും വിധത്തിൽ ഉൾപ്പെടുകയുള്ളൂ. എന്നാൽ നമുക്ക് തുടർച്ചയായി ഹൃദയം തകരുമ്പോൾ ആ തടസ്സങ്ങൾ മറികടക്കാൻ നമ്മുടെ വികാരങ്ങളെ നമ്മൾ ഒരിക്കലും അനുവദിക്കുകയില്ല. നമ്മളെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കും. കാരണം ഇത് എന്തായാലും ഒരു കാലാവധിയോടെയാണ് വരുന്നത്. ആളുകൾ കാലാവധിയോടെ വരുമ്പോൾ, അതെ, നമുക്കെല്ലാവർക്കും ഒരു കാലാവധിയുണ്ട്. പക്ഷേ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതൊരു പിന്തുണയായിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും 2 പേർക്ക്, 2 തലച്ചോറിനും 2 ശരീരങ്ങൾക്കും ഒരാളേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ, തൊഴിലിൽ, ഗാർഹിക സാഹചര്യങ്ങളിൽ, ജീവിതത്തിൽ, കൂട്ടുകെട്ടിൽ, വികാരങ്ങളിൽ,
നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നതിലും സംഘടിപ്പിക്കുന്നതിലും എല്ലാ അർത്ഥത്തിലും രണ്ടു പേർക്ക് ഒരാളേക്കാൾ നന്നായി ചെയ്യാൻ സാധിക്കും. അതാണ് ആശയം. തീർച്ചയായും പ്രകൃതി നമ്മളെ ഒരുമിച്ച് നിർത്തുന്നു. കാരണം നിങ്ങളുടെ പ്രണയബന്ധത്തെക്കുറിച്ച് പ്രകൃതി ചിന്തിക്കുന്നതേയില്ല. അതിന് നിങ്ങൾ പ്രത്യുൽപാദനം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പ്രകൃതി മാതാ വിഷമിക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ പ്രത്യുൽപാദനം നടത്താൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നമ്മൾ അത് അല്പം അമിതമായി തന്നെ ചെയ്തിട്ടുണ്ട്. ധൃതിപ്പെടേണ്ട, നമ്മളതിന് വഴങ്ങേണ്ടതില്ല. ഹലോ, ശരിയല്ലേ? നിങ്ങളൊരു കടുവയായിരുന്നു നിങ്ങളെ പ്രത്യുൽപാദനം നടത്തുന്നതിന് വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കാരണം അത് വംശനാശ ഭീഷണി നേടുന്ന ഒരു ജീവിയാണ്. മനുഷ്യർ വംശനാശ ഭീഷണി നേടുന്നവരല്ല. നമ്മൾ എല്ലാത്തിനെയും അപകടത്തിലാക്കുകയാണ്. അതുകൊണ്ട് പ്രത്യുൽപാദനമല്ല ഇപ്പോൾ നമ്മളുടെ ഉദ്ദേശം. നമ്മളത് മാറ്റിവെച്ചു. പക്ഷെ പ്രകൃതിയുടെ പ്രേരണ അതിലേക്കാണ്. എന്നാൽ നമുക്ക് വൈകാരികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ, മാനസികമായ ആവശ്യങ്ങൾ, ഒരുപക്ഷെ സാമ്പത്തികവും സാമൂഹികമായ ആവശ്യങ്ങൾ, അങ്ങനെ പലതരമുണ്ട്. ഈ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മാന്യമായ രീതിയിൽ ഈ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾ ഒരു മനുഷ്യനായി വന്നാൽ മൃഗങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മളത് കൂടുതൽ സൗന്ദര്യപരമായി ബോധപൂർവവും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ ഇണ ചേരുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉറങ്ങുകയാണെങ്കിലോ നമ്മളത് അല്പം കൂടി സൗന്ദര്യാത്മകമായി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് നമുക്ക് മറ്റൊരു വ്യക്തിയുടെ സഹകരണം ആവശ്യമാണ്. നമ്മളോട് ഒത്തുപോകുന്ന മറ്റൊരാളുടെ. ഓരോ 2 ദിവസം കൂടുമ്പോഴും നിങ്ങൾക്ക് ഹൃദയം തകർന്നുകൊണ്ടിരുന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ കാണും.